ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശശി തരൂരിന് വലിയൊരു ഉയർന്ന സ്ഥാനമാണ് രാജ്യത്തിലെ ഓരോ വ്യക്തികളും നൽകുന്നത്. ഓരോ ജനങ്ങളുടെ ഇടയിലും അദ്ദേഹത്തിന് വല്ലാത്തൊരു സ്ഥാനവും വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അത് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്നതിൽ അപ്പുറം അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം കണ്ടിട്ടാണ്, അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെ ആ ഒരു നിലവാരം കണ്ടിട്ടാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി പല രീതിയിലുള്ള പല വിഭിന്ന അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴും രാജ്യത്തിനൊപ്പമാണ് എന്ന് തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പല രീതിയിൽ പ്രതികരിക്കുന്നത് കണ്ടു. വളരെ വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. പക്ഷെ അദ്ദേഹം അതിൽ നിന്നും വ്യതിചലിക്കാതെ, എന്നാൽ കോൺഗ്രസിൻ്റെ MP എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു നിലയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു നേതാവായി തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം രാജ്യസേവനം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തത എന്നുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിലെ സർവകക്ഷി നേതൃത്വ നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ശശി തരൂർ. അദ്ദേഹം ആ ഒരു യാത്ര 5 രാജ്യങ്ങൾ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ആ യാത്ര വളരെയധികം ഫലവത്താവുകയും അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കൃത്യമായിട്ട് കൊടുക്കേണ്ടുന്ന മറുപടികൾ കൊടുക്കുകയും രാജ്യങ്ങൾക്ക് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും എന്താണ് ഇന്ത്യ എന്നും ഇന്ത്യയുടെ അവകാശം എന്തെന്നും അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ആഗ്രഹിച്ചതെന്നും അതിലൂടെ നടപ്പിലാക്കിയത് എന്തെന്നും കൃത്യമായി അത് ശശി തരൂർ എല്ലാ രാജ്യങ്ങളും അറിയിച്ചു. എന്തു തന്നെയാലും നമ്മുടെ തലസ്ഥാനത്തിൻ്റെ MP കൂടിയാണ് ശശി തരൂർ. ഇവിടെ ഒരു വലിയ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മേന്മകളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇല്ല എന്നുണ്ടെങ്കിലും എപ്പോഴും തിരുവനന്തപുരത്തുകാർക്ക് ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്നേഹമാണ്. പ്രത്യേകിച്ച് യുവതലമുറകൾക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് ശശി തരൂരിനോടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം തുടരെ ഇവിടെ വീണ്ടും ജയിക്കാനിടയായത്. അദ്ദേഹം പൊതുവെ അങ്ങനെ തിരുവനന്തപുരത്ത് വലിയ ഈ പറഞ്ഞോണം പാർട്ടികളുടെ പരിപാടികളോ ഒന്നും അദ്ദേഹം നമ്മൾ കാണാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ വലിയ ചാനലുകളിലൂടെയും എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില വിവാദങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെയാണ് ഈ പറയുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ പോയിന്റുകളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ പിന്നീട് വിവാദമാവുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട്, അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്നാൽ പാർട്ടിക്കെതിരെ തന്നെയാണ് പലപ്പോഴും സംസാരിക്കുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് തിരുവനന്തപുരം മെട്രോ എന്നുള്ളത്. അതെന്തായാലും ഇനിയിപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ആകർഷിക്കുന്നത്. കാരണം ഇപ്പോൾ ശശി തരൂർ എന്തിട്ടാലും അത് പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് പെടും. കാരണം ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് വന്നതിന് ശേഷം രാജ്യം അദ്ദേഹത്തിന് ചില സ്ഥാനങ്ങളൊക്കെ നൽകുന്നു എന്നുള്ള കിംവദന്തികളുണ്ട്. പക്ഷേ അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വാർത്തകൾ. അദ്ദേഹത്തിന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള പലവിധ ചർച്ചകൾക്ക് അദ്ദേഹത്തിനെ ഒരു മീഡിയേഷൻ എന്നുള്ള രീതിയിൽ വിനിയോഗിക്കാൻ തന്നെ നമ്മുടെ രാജ്യം പ്രധാനമന്ത്രി നിയോഗിക്കുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെയാണ് വരുന്നത്. എന്തായാലും അതിൻ്റെ കൂടുതൽ അപ്ഡേഷനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ ഒരു നിർണായക സ്ഥാനം ഇപ്പോൾ തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയാലും അതിനിടയിലാണ് ഇന്നലെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയുമായിട്ട് ഓൺലൈൻ ഒരു യോഗം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഓൺലൈൻ യോഗം കൂടി. ആ യോഗത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു നമ്മുടെ ശശി തരൂർ. ഇതിൻ്റെ ഈ യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് മെട്രോ പദ്ധതിയെ പറ്റിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില അപ്ഡേഷൻസ്, ചില കൺസെപ്റ്റുകൾ, ചില കാര്യങ്ങൾ മെട്രോയെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചില കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മെട്രോ പദ്ധതി സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതിൻ്റെ സന്തോഷക്കുറിപ്പാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇപ്പം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നലെ മെട്രോ പദ്ധതിയുടെ രൂപരേഖയും തരൂർ ഇന്നലെ അത്തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ തരൂരിൻ്റെ ചില നിർദ്ദേശങ്ങളെ കൂടി ആലോചിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുന്നത്. കാരണം നമുക്കറിയാം എപ്പോഴും LDFും UDFും തമ്മിലുള്ള വലിയൊരു സങ്കടം. അതിനപ്പുറം അദ്ദേഹം ഒരു MP ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ ചില കാര്യങ്ങൾ, അനുമാനങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും വേണമെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് തർക്കിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ കൂടി അതിനകത്ത് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹവും കൂടി ചേർന്നുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ രൂപീകരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഉപദേശക സമിതി രൂപീകരിക്കാനും മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ആ ചർച്ചയിലൂടെ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചർച്ച വളരെ ഫലവത്തായിട്ട് തന്നെ അവസാനിച്ചു എന്നാണ് തരൂർ ഈ ഒരു കുറിപ്പിൽ പങ്കുവയ്ക്കുന്നത്.
ശരിയായ സമീപനത്തിലൂടെ തിരുവനന്തപുരത്തെ 21ാം നൂറ്റാണ്ടിന് അനുയോജ്യമായ ഒരു തലസ്ഥാന നഗരമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നും തരൂർ ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. തരൂർ പങ്കുവെച്ച കുറിപ്പിലെ ആൾട്ടർനേറ്റ് അലൈൻമെൻറ്റ് 6-ൽ പറയുന്നത് പ്രകാരം ആദ്യ ഇടനാഴി കഴക്കൂട്ടം മുതൽ പാപ്പനംകോട്, അതായത് മെട്രോയുടെ ഒരു രൂപരേഖയാണത്. കഴക്കൂട്ടം മുതൽ പാപ്പനംകോട് വരെയാണ് ആദ്യത്തെ ഇടനാഴി വരുന്നത്. ഇതിൽ ഉള്ളൂർ മുതൽ കരമന വരെ 10 കിലോമീറ്റർ സമ്പൂർണ്ണ ഭൂഗർഭ പാതയായിരിക്കും. 6775 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ്. രണ്ടാം ഇടനാഴി വരുന്നത് കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയായിരിക്കും. കഴക്കൂട്ടം മുതൽ ആക്കുളം വരെ 6.5 കിലോമീറ്ററും ഈഞ്ചയ്ക്കൽ മുതൽ കിള്ളിപ്പാലം വരെയും ഭൂഗർഭ പാതയുമായിരിക്കും. 5775 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണം. അങ്ങനെ 2 ഇടനാഴിയായിട്ട് 2 ഘട്ടമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് നിർമ്മിക്കുന്നത്. മൂന്നാം ഇടവഴി പാളയം മുതൽ സിവിൽ സ്റ്റേഷൻ വരെയായിരിക്കും മൂന്നാം ഇടവഴി വരുന്നത്. ഇതിൽ 6 കിലോമീറ്റർ വരെ ഭൂഗർഭ പാതയായിരിക്കും എന്നാണ് പറയുന്നത്. 2700 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നത്. മ്യൂസിയം, വെള്ളയമ്പലം, കവടിയാർ, പേരൂർക്കട, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു അലൈൻമെൻറ്റ്. എന്തായാലും നല്ലൊരു പദ്ധതിയാണ് തലസ്ഥാന നഗരത്തെ മെട്രോ. നമുക്കറിയാം, എറണാകുളം മെട്രോ വന്നപ്പോൾ ചില നെഗറ്റീവും പോസിറ്റീവും കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പോസിറ്റീവായി. മെട്രോ എറണാകുളത്തിൻ്റെ ആ ഒരു മോടി തന്നെ, ഒരു ഭംഗി തന്നെ മാറ്റി എന്നുള്ളതാണ്. ഒരു മെട്രോ വരുന്നതോടുകൂടി ഈ പറഞ്ഞതുപോലെ തലസ്ഥാനത്തിൻ്റെ ഒരു പുതിയ മാറ്റമാണ്, പുതിയൊരു ചുവടുവയ്പ് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ഒരു ട്രാഫിക് ഭയങ്കരമായിട്ട് നമുക്കറിയാം. ഈ പറയുന്ന സിറ്റി ഏരിയകളിലൂടെ പേട്ട, ചാക്ക, ബൈപ്പാസ് ഏരിയയിൽ അധികം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സിറ്റി ഏരിയകൾ, ഈ പറഞ്ഞ പേരൂർക്കട, മ്യൂസിയം, പാളയം, ഇങ്ങനെ വരുന്ന കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും മിക്കവാറും ട്രാഫിക് ബ്ലോക്കുകളാണ്. രാവിലെയൊക്കെ ഭയങ്കര ഒരു പക്ഷേ മെട്രോയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിൽ നിന്നൊക്കെ മാറുവാനും ഒപ്പം ഈ വാഹനങ്ങളുടെ അമിതമായിട്ടുള്ള ഈ സഞ്ചാരമൊക്കെ കുറയാനൊക്കെ സാധിക്കുന്നു. എല്ലാവർക്കും വാഹനങ്ങളുണ്ട്, പക്ഷേ ഇതിങ്ങനെ ഓരോ കുടുംബത്തിലും, ഏത് സാധാരണ കുടുംബത്തിലും ഇപ്പോൾ ഒന്നുകിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാർ ഇല്ലാത്ത വണ്ടികളില്ല. അപ്പോൾ മെട്രോയുടെ ഒരു ഉപയോഗം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മെട്രോ സ്റ്റേഷനുകളാണ്. അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഈ റോഡ് സുഗമമായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ ഒരു ആംബുലൻസ് ഒക്കെ വന്നാൽ പോലും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലൊക്കെ കടന്നു പോകാൻ, കിംസിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആംബുലൻസ് എത്ര ഹോൺ അടിച്ചാലും, കാരണം ഈ വാഹനങ്ങളെയും ഡ്രൈവർമാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും ഒതുക്കാൻ പോലും സൗകര്യമില്ലാത്ത തരത്തിലായിരിക്കും ചിലപ്പോൾ ഈ ആംബുലൻസ് കടന്നു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. മാത്രമല്ല, തലസ്ഥാനത്തിൻ്റെ ആ ഒരു മോടി ഇപ്പോഴുള്ള നിലവിലുള്ള ആ ഒരു ഇതങ്ങ് മാറിയിട്ട് മറ്റൊരു തലത്തിലോട്ട് തലസ്ഥാന നഗരം മാറും. ആ ഒരു മെട്രോയ്ക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഭൂഗർഭപാതയിലൂടെയും അല്ലാതെയും പാലത്തിലൂടെയൊക്കെ പോകുന്ന മെട്രോ, അതിൻ്റെ ഒരു പ്രൗഢി തന്നെയാണ് തലസ്ഥാനത്തിന് ഉള്ളത്. ഒപ്പം തന്നെ ഇതിൻ്റെ ചില കാര്യങ്ങളുമുണ്ട്. കാരണം ഈ ഒരു മെട്രോയുടെ പണി തുടങ്ങുമ്പോൾ തന്നെ പലവിധ തടസ്സങ്ങളുണ്ടാവാൻ സാധ്യത. നമുക്കറിയാം, ബൈപ്പാസിൻ്റെ തന്നെ ഇപ്പം പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മെട്രോയുടെ അത്തരം അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പദ്ധതി കൂടി ശശി തരൂർ ആവിഷ്കരിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം തടസ്സമൊന്നും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും നമ്മുടെ മെട്രോമാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ചിന്താഗതിയും കാഴ്ചപ്പാടും ഒക്കെ വലിയ വ്യത്യാസമാണ്. ശശി തരൂരിനെ പറ്റി പറഞ്ഞെങ്കിലും ഈ ഒരു മെട്രോ സ്റ്റേഷൻ നമ്മുടെ തലസ്ഥാന നഗരിയിൽ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൈ തന്നെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ മെട്രോ എന്നുള്ളത്. എന്ത് തന്നെയായാലും തലസ്ഥാന നഗരമൊക്കെ മാറട്ടെ. ഒപ്പം ശശി തരൂർ എന്ന വ്യക്തിയെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കും. ചിലതല്ല, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ മാറ്റി നിർത്തിയാൽ, ചില കാര്യങ്ങൾ മാറ്റി നിർത്തി ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവത്തിലും ചില കാര്യങ്ങളിലൊക്കെ ദീർഘദൃഷ്ടിയൊക്കെ നമ്മൾ അഭിമാനിക്കേണ്ടിയിരിക്കും. നമ്മുടെ തലസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു വ്യക്തിയാണ് എന്ന് ഈ രാജ്യാന്തര തലങ്ങളിലൊക്കെ പോയെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറച്ചുകൂടിയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാജ്യത്തിനും സംസ്ഥാനത്തിനുമൊക്കെ കുറച്ചുകൂടി മേന്മയുണ്ട്, ഗുണമുണ്ടാകുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഇവരെയൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് നമ്മളുടെയൊക്കെ സംസ്ഥാനത്തിൻ്റെ ഒരു എന്താ പറയുക നേട്ടങ്ങളില്ലാണ്ടാവുന്നത്. പല നേട്ടങ്ങൾ ഇവരിലൂടെയൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് തന്നെയായാലും തിരുവനന്തപുരത്തിൻ്റെ ഒരു മാറ്റം അത് എന്തായാലും കാണാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ മെട്രോ വരുന്നത് കൂടി പല ഈ ബസ്സിലുള്ള യാത്രകൾ കുറച്ചിട്ട് മെട്രോ വഴിയൊക്കെ ഉള്ള യാത്രകളും ഓഫീസ് സ്ഥാപനങ്ങളിലെത്താനും ഒക്കെ വളരെ സുഗമമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഇത് തന്നെയാലും തലസ്ഥാന നഗരത്തിൻ്റെ പുതിയ ഒരു ചുവടുവയ്പ് തന്നെയായിരിക്കും.